പൊന്നിയിൻ സെൽവൻ സിനിമ അവസാനിക്കുന്നിടത്ത് നിന്നും ആരംഭിക്കുന്ന ഒരു കഥയുണ്ട്, അല്ല ചരിത്രമുണ്ട്. ഇന്നത്തെ കേരളവും തമിഴ്നാടും സൗത്ത് ഇന്ത്യയും കടന്ന് 11 രാജ്യങ്ങൾ വരെ വ്യാപിച്ചു കിടന്ന തമിഴക സാമ്രാജ്യത്തിന്റെ കഥ, അവരുടെ രാജാവിന്റെ രാജരാജ ചോളന്റെ കഥ. 100 Days 100 Stories Day 13. സുന്ദര ചോളന്റെ മൂന്നാമത്തെ മകനായ സിനിമയിൽ നമ്മൾ കാണുന്ന അരുൾമൊഴിവർമ്മൻ അഥവാ പൊന്നിയിൻ സെൽവൻ AD 985 അധികാരം ഏറ്റെടുത്ത മുതലാണ് രാജരാജ ചോളൻ എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയത്. രാജരാജ ചോളൻ അധികാരം ഏറ്റെടുത്ത ആദ്യത്തെ 10 വർഷക്കാലം യാതൊരു സൈനിക മുന്നേറ്റങ്ങളും നടത്തിയിട്ടുണ്ടായിരുന്നില്ല. ഈ കാലയളവിൽ ചോള സാമ്രാജ്യത്തിന്റെ ശക്തി ക്ഷയിച്ചു എന്ന് കരുതിയിരുന്ന അയൽ രാജ്യങ്ങൾ ഒളിഞ്ഞും തെളിഞ്ഞും ചെറിയ രീതിയിൽ പടപ്പുറപാടുകൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതിനിടയിലാണ് ചോളന്റെ സന്ദേശവുമായി ചെന്ന ഒരു ദൂതനെ ഇന്നത്തെ കേരളം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ ഭരിച്ചിരുന്ന ചേര രാജാവ് രവിവർമ്മൻ തടവിലാക്കുന്നത്. തന്റെ ദൂതനെ തടവിലാക്കി തെറിഞ്ഞ രാജരാജ ചോളൻ 10 വർഷത്തിൽ ആദ്യമായി ഒരു യുദ്ധമുന്നേറ്റം നടത്തി. ആ യുദ്ധത്തിൽ ചേര സാമ്രാജ്യം കത്തിച്ചാമ്പലായി. കേവലം ഒരു ദൂതന് വേണ്ടി ഇത്രയും വലിയ യുദ്ധം നടത്തിയ രാജരാജ ചോളൻ പ്രഖ്യാപിക്കുകയായിരുന്നു കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് താൻ തയ്യാറാക്കിയെടുത്ത സൈനിക ശക്തി അതെത്ര വലുതാണ്. പിന്നീട് തന്റെ പടയോട്ടം ആരംഭിച്ച രാജരാജ ചോളൻ സൗത്ത് ഇന്ത്യ മാത്രമല്ല, തന്റെ നാവിക സേനയുടെ ശക്തി കൊണ്ട് തന്നെ ഇന്നത്തെ ഇന്തോനേഷ്യ, മലേഷ്യ, സിംഗപ്പൂർ, കംബോഡിയ തുടങ്ങി 11ഓളം രാജ്യങ്ങൾ തന്റെ ഭരണത്തിന്റെ കീഴിലാക്കി. തന്റെ ഭരണ നേട്ടങ്ങളെക്കാൾ ഉപരി കാലം തന്നെ ഓർമ്മിക്കുക ചരിത്ര നിർമ്മിതികളിലൂടെ ആയിരിക്കുമെന്ന പൂർണ്ണ ബോധ്യമുണ്ടായിരുന്നു രാജരാജ ചോളൻ. ഇപ്പോഴും ഒരു ആർക്കിടെക്ചർ അത്ഭുതമായി കണക്കാക്കുന്ന തഞ്ചാവൂരിലെ ബൃഹദേശ്വര ടെമ്പിൾ, അതിന് മുകളിലിരിക്കുന്ന 80 ടൺ ഭാരമുള്ള കല്ല് തുടങ്ങി എത്രയോ നിർമ്മിതികൾ. പിന്നീട് അധികാരത്തിൽ വന്ന പാണ്ഡ്യവംശം രാജരാജ ചോളന്റെ ഓർമ്മകൾ ഒന്നും തന്നെ ഭൂമിയിൽ അവശേഷിപ്പിക്കരുതെന്ന തീരുമാനത്താൽ അദ്ദേഹത്തിന്റെ ഭരണ നേട്ടത്തിന്റെ ചിഹ്നങ്ങളായ നിർമ്മിതികളിൽ 90% തകർക്കുകയാണ് ഉണ്ടായത്. നെപ്പോളിയനെയും അലക്സാണ്ടറിനെയും പഠിപ്പിക്കുന്ന നമ്മുടെ സ്കൂളുകൾ പഠിപ്പിക്കാൻ മറന്നുപോയൊരു പേര് രാജരാജ ചോളൻ.